ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതെന്താ? മുലപ്പാലില്ലാഞ്ഞതുകൊണ്ട്. തൈരും തേനും ഭക്ഷിക്കും എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചല്ല എന്നുകൂടി മനസ്സിലാക്കണം. യേശു ക്രിസ്തു കന്യകമറിയാമിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് പ്രബോധനങ്ങൾ ഒത്തിരിയേറെ അബദ്ധങ്ങളിലെ കൂമ്പാരമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ട വൈറലായ ഒരു പ്രസംഗമുണ്ട് ലാസർ എന്നൊരു പാസ്റ്ററുടെ. അതിൽ അദ്ദേഹം പ്രത്യേകം പറയുകയാണ്, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുലപ്പാൽ കുടിച്ചല്ല യേശു വളർന്നത്. കന്യകയായിരുന്നത് കൊണ്ട് സ്വാഭാവികമായി ശരീരത്തിലുണ്ടാകേണ്ട പാലുണ്ടായിട്ടില്ലെന്നും യേശു ആ മുലപ്പാൽ കുടിച്ചിട്ടില്ലെന്നും, അങ്ങനെ പിതാവായ ദൈവം അതിനിടയാക്കിയിരുന്നെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുലപ്പാൽ കുടിക്കുന്നത് വഴി യേശുവിൻ്റെ രക്തം അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞു പോവുകയും അദ്ദേഹത്തെയും നമ്മയൊന്ന് രക്ഷിക്കാൻ പര്യാപ്തമല്ലാതായി തീരുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ശുദ്ധരക്തമായിരിക്കാൻ അത് പ്രത്യേകം സംരക്ഷിക്കപ്പെട്ടു. മറിയത്തിൻ്റെ പാല് കുടിച്ചിരുന്നെങ്കിൽ അശുദ്ധമാകുമായിരുന്നു എന്ന രീതിയിലാണ് പ്രസംഗിച്ചത്. എത്രയോ വികലമാണിത്, എത്രയോ ലജ്ജാകരമാണിത്. ഒന്നാമത് ഓർക്കണം, എഴുതപ്പെട്ട വചനങ്ങൾ ഒക്കെയും ഇതിനെതിരെയുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ അബദ്ധമാണ് തെളിയിക്കാൻ എഴുതപ്പെട്ട വചനങ്ങൾ നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ, അവിടെ 15-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതെന്താ? മുലപ്പാലില്ലാഞ്ഞതുകൊണ്ട്. അതെന്നാ? കന്യകയായതുകൊണ്ട്. കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും പാല് കുടിച്ചു വളർന്നതല്ല കർത്താവ്. പോരാ പോരാ പോരാ. ഹല്ലേലൂയ. യേശു ക്രിസ്തു കന്യകമറിയാമിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞത്, അവന്റെ രക്തം പുണ്യാഹ രക്തമാണ്, വിലയേറിയ രക്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ പാല് കുടിച്ചു വളർന്നതേ അല്ല. പ്രവാചകൻ വിളിച്ചു അബദ്ധങ്ങളാണ് പറയുന്നത് വിചാരിക്കുക. ഒന്നാമത് ഈ കാര്യത്തിൽ എഴുതപ്പെട്ട നിരവധി വചനങ്ങളുണ്ട്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, ലൂക്ക 11:27 നാം വായിക്കുന്നുണ്ട്, അവൻ ഇത് അരുളിച്ചത് കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിക്കുന്ന ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാം, ഇദ്ദേഹം പറയുന്നത് വലിയ അബദ്ധമാണ്. ഈ വചനം ഉള്ളത് മാത്രമല്ല, മറ്റ് പശ്ചാത്തലങ്ങൾ നിരവധി മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച്. ഒന്നാമത് ഈ കാര്യങ്ങളിൽ ഈ രക്ഷാകര പദ്ധതിയുമായി ബന്ധപ്പെട്ട ആവശ്യമില്ലാത്ത, യേശുവിൻ്റെ പരിശീലന കാലമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായിട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് മറ്റു ചില വചനങ്ങൾ കടന്നു നോക്കാം. ഈ ബാലൻ തൈരും തേനും ഭക്ഷിക്കുന്നതിനെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഈ പാല് കുടിക്കാതെ, മുലപ്പാൽ കുടിക്കാതെ പകരം തൈരും തേനും ഭക്ഷിച്ച് ഉപജീവിക്കുന്നു. ഈ 7-ാമത്തെ അധ്യായത്തിലെ പ്രസക്ത വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് അർത്ഥം? ഈ ബാലൻ തൈരും തേനും ഭക്ഷിക്കുന്ന ബാലൻ ആരാണെന്നും ഒക്കെ നമുക്ക് നോക്കണം. തൈരും തേനും ഭക്ഷിക്കും എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചല്ല എന്നുകൂടി മനസ്സിലാക്കണം. പ്രവചനം അതിൻ്റെ എഴുതപ്പെട്ട വചനങ്ങളിലെ ഒരു വാക്യം മാത്രമേ പ്രധാനമായിട്ട് വരുന്നുള്ളൂ. ബാക്കി ആ ആനുകാലിക പ്രസക്തമായ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. യെശയ്യാ 7:14, അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇത് മാത്രമാണ് പ്രവചനം എന്നൊക്കെ മനസ്സിലാക്കാനുള്ളത്. തുടർന്ന് 15-ാം വാക്യം എങ്ങനെയാണ്? തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. 16-ാം വാക്യം ഇങ്ങനെയാണ്, നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെ രാജ്യങ്ങൾ നിർജ്ജനമാകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെ രാജ്യങ്ങൾ നിർജ്ജനമാകും. എപ്പോൾ? തിന്മ തിരിക്കാനും നന്മ സ്വീകരിക്കാനും ബാലന് പ്രായമാകുന്നതിന് മുമ്പേ ആ രാജ്യം തകരും. അപ്പോൾ ഈ ദൈവജനത്തോട് പറയുക, ദൈവജനം ഭയപ്പെടേണ്ട,
സംഭവിക്കും, ഈ രാജാക്കന്മാരുടെ രാജ്യമൊക്കെ തകരും, അപ്പോൾ നിങ്ങൾ സമൃദ്ധി വരും, സുരക്ഷിതരായിരിക്കും എന്ന് പറയുന്നതാണ്. ആകെ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നാം ചിന്തിക്കണം ആരെക്കുറിച്ചാണ്. യേശയ്യാ പ്രവാചകൻ്റെ കാലത്തിന് ശേഷം എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ക്രിസ്തുവിൻ്റെ ആഗമനം. അപ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ആനുകാലിക പ്രസക്തിയുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എത്ര നാളത്തേക്ക് എന്നൊരു സൂചനയാണ് പറയുന്നത്. യേശയ്യ ആ ബാലനെക്കുറിച്ച് പറയുന്നത്. ഏത് ബാലനാണ്? ഈ ബാലൻ എന്ന് പറയുന്നത് യേശയ്യയുടെ മകനാണ്. യേശയ്യ 7:3 ഇപ്രകാരം പറയുന്നു, കർത്താവ് യേശയ്യയോട് അരുളി ചെയ്തു, നീ പുത്രനായ ഷെയാർ യാഷുബുമത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക. അപ്പോൾ ശ്രദ്ധിക്കണം, ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക. ആ ബാലനും ഒത്തു ചെല്ലണം. യേശയ്യയുടെ മകനെയും കൂട്ടിയാണ് പോയത്. കാനാൻ ദേശത്തേക്ക് ദൈവജനത്തെ കൊണ്ടുപോകുമ്പോൾ എന്താണ് ദൈവത്തിന് വാഗ്ദാനം ഉണ്ടായിരുന്നത്? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും, അല്ലേ? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എന്ന് പറയുമ്പോൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും എല്ലാം അടങ്ങുന്നതിനെ പാൽ എന്ന് ഉദ്ദേശിക്കാം. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒത്തിരിയേറെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തേനിനെ ഉദ്ദേശിക്കാം. അപ്പോൾ തേനും പാലും ഒഴുകുന്നു എന്ന് പറയുന്നതും തൈരും തേനും ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് വ്യത്യാസമില്ല. തൈര് പാലുൽപ്പന്നമാണ്. പാലുൽപ്പന്നങ്ങളുടെ സമൃദ്ധിയാണ് തൈര് കാണിക്കുന്നത്. അപ്പോൾ തൈരും തേനും ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് സമൃദ്ധി ഉണ്ടാകുന്നത് എപ്പോഴും മുതലാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തൈരും തേനും ഭക്ഷിക്കുമെന്ന് പറയുന്നത് ഈ ബാലന് പ്രായമായതിനു ശേഷം. പ്രായം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത, ഇസ്രായേലിൻ്റെ നിയമങ്ങളെല്ലാം ഒരു ഇസ്രായേൽ പൗരൻ, ദൈവജനത്തിൽപ്പെട്ട ഒരാൾ പഠിച്ച് തിരിച്ചറിഞ്ഞ് തിരിച്ചറിവാകുമ്പോൾ നടപ്പിലാക്കണം. അതിനൊരു പ്രായ ലിമിറ്റില്ലേ? 12 വയസ്സാണത്. 12ാമത്തെ വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയത് നമുക്കറിയാമല്ലോ. കാണാതെ സംഭവമൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ 12ാമത്തെ വയസ്സിൽ ലോകത്തെവിടെയാണെങ്കിൽ ഇസ്രായേൽക്കാർ ദേവാലയത്തിലെത്തി റബ്ബിമാരെ ഈ നിയമങ്ങളൊക്കെ പഠിച്ചത് പറഞ്ഞ് കേൾപ്പിക്കണം. അന്ന് മുതൽ ഈ കുട്ടി സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് കൽപ്പനകൾ പാലിക്കേണ്ടത്. അതുവരെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളിപ്പോൾ ഇവിടെ ആദ്യ കുർബാന സ്വീകരണത്തിന് നമസ്കാരമെല്ലാം പഠിച്ച് പ്രാർത്ഥനകളെല്ലാം പഠിച്ച് ബൈബിളും മറ്റനുബന്ധമായ പ്രാർത്ഥനകളെല്ലാം പഠിച്ച് അത്യാവശ്യം ബോധ്യപ്പെടേണ്ടതെല്ലാം പഠിച്ച് അത് അച്ഛനെ അധ്യാപകരും പറഞ്ഞ് കേൾപ്പിച്ചിട്ട് കുമ്പസാരിച്ചില്ല കുർബാന സ്വീകരിക്കുന്നത്. അതുപോലെ 12 വയസ്സിലാണ് ഇസ്രായേൽക്കാരുടെ ഒരു പ്രായപൂർത്തി, ആത്മീയമായ പ്രായമായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ആ നാളിനാണ് പൊതുവെ ഈ നന്മ സ്വീകരിക്കാനും തിന്മ ത്യജിക്കാനും പ്രായമാകുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നാളുകൾ വരെ കഷ്ടപ്പാടുള്ളൂ, അതിനുശേഷം സമൃദ്ധമാണ്, ഒന്നും പേടിക്കേണ്ട എന്നതാണ് ഉദ്ദേശിച്ചത്. നന്മ തിന്മകൾ തിരിച്ചറിയാൻ പ്രായമാകുന്നത് വരെ എന്ന് പറയുമ്പോൾ ആ പ്രായം എത്രയാണ്? 12 സങ്കല്പിക്കാം നമുക്ക്. 12 ആണെങ്കിൽ അതുവരെ തൈരും തേനും ഭക്ഷിക്കുമെന്നാണ്. പ്രായമാകുമ്പോൾ തൈരും തേനും ഭക്ഷിക്കുമെന്ന് പറഞ്ഞാലോ ആ 12 വയസ്സിന് മുതലാണ്. അപ്പോൾ എത്ര വ്യത്യാസം വന്നു? 12 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഇത്ര വ്യത്യാസം വരുന്നുണ്ട്. തൈരും തേനും ഭക്ഷിക്കുമെന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചല്ല. ഇത് തർജ്ജമയിലെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള നിരവധി തർജ്ജമകളിൽ പ്രായമാകുമ്പോഴാണ്, പ്രായമാകുന്നത് വരെ എന്നല്ല. ഇംഗ്ലീഷിൽ ഉള്ളത് ഉൾപ്പെടെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ പറഞ്ഞ വ്യാഖ്യാനമാണ് ശരി എന്നതിന് തെളിവ് ഈ വാക്യത്തിൽ തന്നെയുണ്ട്. കാരണം ഇവിടെ പറയുന്നു, നിങ്ങൾ ഭയപ്പെടുന്ന 16ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിൻ്റെ കാലത്ത് ഈ പ്രവചനത്തിൻ്റെ അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള കാര്യമാണോ? അല്ല. നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് പറയുമ്പോൾ കേട്ട് നിൽക്കുന്നവരോടാണ് പറയുന്നത്. യേശയ്യാ പ്രവാചകൻ പറയുന്നത് കേട്ട് നിൽക്കുന്ന ആരൊക്കെയാണ്? ആകാശവും കൂട്ടരുമാണ്. അവിടെ പോയി ആകാശത്തോടും കൂട്ടരോടും പറയാനല്ലേ പറഞ്ഞത്? അതല്ലേ 3ാം വാക്യത്തിലുള്ളത്. അപ്പോൾ ആകാശത്തിനോട് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് പറയുമ്പോൾ അത് കാലിക പ്രസക്തിയുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശയ്യയുടെ മകൻ തൈരും തേനും ഭക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ കാര്യം മാത്രമാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഇവിടെ കന്യാമറിയത്തിൻ്റെ കുറിച്ചും അതുപോലെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങളിലെ കൃത്യമായ ആ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. 14ാം വാക്യം മാത്രം. അതിനാൽ കർത്താവ് തന്നെ എനിക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അത് യുവതി ഗർഭം ധരിച്ച് എന്നാണ് PVS ബൈബിളിലുള്ളത്. ഇത് പ്രസക്തമായ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, പരിശുദ്ധ കന്യാമറിയത്തെ അവഹേളിച്ച് പെന്തക്കോസ്തുകാർ എവിടെയൊക്കെ പറഞ്ഞാലും അവിടെയൊക്കെ ഒരു അഭിഷേകം നിറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നീട് ദുഷ്ടാരൂപം മനസ്സിലാക്കാം. ഇവിടെ ഈ ഒരു അബദ്ധം പറഞ്ഞപ്പോൾ അതിൽ പിന്നീട് അഭിഷേകത്താൽ ഒരാൾ ആർത്ത് വിളിക്കുകയാണ് ഹല്ലേലൂയ എന്ന്. എന്നിട്ട് പാസ്റ്റർ പ്രത്യേകം വിളിപ്പിക്കുകയും ചെയ്യും, ആവർത്തിക്കാൻ അത് പറയുകയും ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ മറിയത്തെ ആക്ഷേപിക്കുമ്പോൾ അഭിഷേകം നിറയുന്നു. യേശു ക്രിസ്തു കന്യകമറിയാമിൻ്റെ മുലപ്പാൽ കുടിച്ച് വളർന്നിരുന്നെങ്കിൽ
ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് ഓർക്കണമേ, പെന്തക്കോസ്തുകാരിൽ പ്രത്യേകിച്ചുള്ള ഒന്നാണ്, ക്രിസ്തുവിനുള്ള സ്നേഹം വർദ്ധിക്കുന്നതിൻ്റെ ആനുപാതികമായി മറിയത്തോടുള്ള വെറുപ്പും വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് വെറുപ്പിൻ്റെ സുവിശേഷമാണ്, ആത്യന്തികമായി വെറുപ്പിൻ്റെ സുവിശേഷമാണ് അവർ പറയുന്നത്. ഇവിടെ ഒന്ന് ഓർക്കണം, ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പാല് കുടിച്ചാൽ അയോഗ്യതയാകുമെന്ന് പറഞ്ഞാൽ മറിയം അയോഗ്യയാണ്. മറിയത്തിൻ്റെ അയോഗ്യത എടുത്ത് കാണിക്കുന്നു. എല്ലാ മേഖലയിലും മറിയത്തിൻ്റെ ഈ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ആക്ഷേപിക്കുന്നതിന് ഭാഗമാണിത്. അപ്പോൾ അയോഗ്യത എടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഭിഷേകം നിറയുന്നു. അവർ പ്രതി അരൂപിയുടെ ശക്തി ഏത് അരൂപിയാണെന്ന് മനസ്സിലാക്കണം അവിടെ. അപ്പം ഒന്നോർക്കണമേ, ഈ അത്ഭുതകരമായ ശിശുവിനെ ഉദരത്തിൽ എത്തിക്കാനും വളർത്താനും കഴിയുമെങ്കിൽ, അങ്ങനെ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന് കന്യാജനനമായതുകൊണ്ട് ശരീരത്തിൽ ഹോർമോൺ പ്രവർത്തിച്ച് മുലപ്പാൽ ഉണ്ടാവില്ല എന്ന് വരില്ല. ദൈവത്തിന് അത്ഭുതകരമായിട്ട് ആ കുട്ടിക്ക് പാല് കൂട്ടാൻ ഉള്ള മുലപ്പാൽ കൊടുക്കില്ലേ? ആ അമ്മയുടെ പാല് കുടിച്ചില്ലെങ്കിൽ മൃഗങ്ങളുടെ പാലല്ല കുടിക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും നന്മതിന്മകൾ പാലുകളിൽ ഉണ്ടെങ്കിൽ മൃഗങ്ങളുടെ പാലിനേക്കാൾ ഏറ്റവും മികച്ച മനുഷ്യൻ്റെ പാലല്ലേ? നമുക്കൊരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് മുലപ്പാൽ, സ്വന്തം തള്ളുടെ മുലപ്പാൽ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള എല്ലാ പോഷകവും പ്രതിരോധശേഷിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അത്ഭുതകരമായിട്ട് ഉദരത്തിൽ എത്തിച്ച് വളർത്തിയ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്, പിതാവായ ദൈവത്തിന് പാല് ശരീരത്തിൽ ഉണ്ടാക്കാനും കഴിയും. അതുവഴി ഒരു അശുദ്ധിയും വരികയുമില്ല. വരുമെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക്, ഈ പാല് വഴി രക്തത്തിൽ ഗ്രേഡ് കുറയും, രക്തത്തിൻ്റെ പുണ്യശക്തി കുറയുമെന്നാണെങ്കിൽ കന്നുകാലികളുടെ പാലിനേക്കാൾ പുണ്യം കൂടുതൽ സ്വന്തം തള്ളയുടെ മനുഷ്യൻ്റെ പാലിനുണ്ടെന്ന് വിചാരിക്കണം. കന്യാമറിയത്തിൻ്റെ പാലിനേക്കാൾ പുണ്യം കൂടുതൽ കന്നുകാലികളുടെ പാലിനുണ്ടെന്നല്ലേ ഈ പാസ്റ്റർ പറഞ്ഞു വരുന്നത്. കാരണം പാലും ഉൽപ്പന്നങ്ങളൊക്കെ ഒന്നിച്ചാണല്ലോ. തൈര് ഉൽപ്പന്നമല്ലേ. അപ്പോൾ തൈര് ഭക്ഷിച്ചാൽ അയോഗ്യത വരില്ല, രക്തത്തിൽ ഒന്നും കലരുകയില്ല. കന്നുകാലികളുടെ, മൃഗങ്ങളുടെ പാലിൽ നിന്നുള്ള തൈര് ഭക്ഷിച്ചാൽ രക്തത്തിന് ഗ്രേഡ് കുറയില്ല. കന്യാമറിയത്തിൻ്റെ പാല് കുടിച്ചാൽ രക്തത്തിലേക്ക് ഗ്രേഡ് കുറഞ്ഞ അവസ്ഥ വരും, രക്തത്തിന് പുണ്യം കുറയുമെന്ന് അല്ലേ. മൃഗങ്ങളുടെ പാലുൽപ്പന്നങ്ങളും കഴിച്ച് പുണ്യ ഗ്രേഡ് നിലനിർത്തുക. പക്ഷേ മറിയത്തിൻ്റെ പാല് കുടിച്ചാൽ പുണ്യ ഗ്രേഡ് കുറയും എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മറിയത്തെ ഇകഴ്ത്താനുള്ള ദുരുദ്ദേശപൂർവമായ ഒരു സമീപനമാണ് ഉണ്ടായത്. അതാണ് ഇവരുടെ ഹല്ലേലൂയ വിളിയൊക്കെ അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇതിൽ നിന്നിവിടെ ആത്യന്തികമായി നാം മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം വളരെയേറെ നികഷ്ടമായി മാധവനെ ചിത്രീകരിക്കുകയാണ് എന്നുള്ളത്. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിക്കുന്ന ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. നിരവധിയായ ജീവിത പ്രശ്നങ്ങളുടെ കുടുക്കിൽപ്പെട്ടവർ ദാനിയേലച്ചൻ്റെ ധ്യാനത്തിന് പോയിട്ട് വലിയ പ്രത്യാശ നിറഞ്ഞെങ്കിലും ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത കുടുക്കിലാണ് പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാലുള്ള ദയനീയ അവസ്ഥ നിസ്സാരമാണോ? അച്ഛനോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയാതിരുന്നാൽ ആ തകർച്ചയിൽ പെട്ടുപോയ വളരെയേറെ തകർന്നടിഞ്ഞ ആ മനുഷ്യരെയും കുടുംബങ്ങളെയും കുരുക്കഴിച്ച് രക്ഷപ്പെടുത്തണ്ടേ? കയ്യടി വാങ്ങാനും ജനക്കൂട്ടത്തെ ആകർഷിക്കാനും തക്ക വചനങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് പറയുന്ന വചനപ്രവേശകരെ നിങ്ങൾ കരുതിയിരിക്കണം. അവർക്ക് സ്നേഹം നിങ്ങളോടല്ല, ദൈവത്തോടുമല്ല. കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിലും എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങളുടെ വെളിച്ചത്തിലും അച്ഛൻ്റെ പ്രബോധനങ്ങളിലെ വലിയ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോ ഉടനെ പ്രതീക്ഷിക്കും. നിരവധി നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരും. കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട വളരെ ക്രിയാത്മക വിമർശനങ്ങളായിരിക്കും നടത്തുക. ഞാൻ അടിസ്ഥാനപരമായ കത്തോലിക്ക സഭയുടെ വക്താവ് എന്നതുപോലെയാണ് സംസാരിക്കുന്നത്. എങ്കിലും കത്തോലിക്ക സഭയുടെ അനാചാരങ്ങളോ ഈ അന്ധകാര യുഗത്തിൽ കയറി വന്ന തെറ്റായ കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.